ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നും എന്നത്തെ പോലെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരത്തെ ചോറും കറിയൊക്കെ വെക്കണ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഇന്ന് റേഷനരി കൊണ്ടാണ് വൈകുന്നേരം ചോറ് വെക്കണത്. അരി വേവാൻ വേണ്ടിയിട്ട് കലത്തിലാക്കി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചീരക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ചീര മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ എല്ലാവർക്കും ചീര ഇഷ്ടമാണ്. അപ്പോൾ കടയിൽ പോകുമ്പോൾ എപ്പോൾ ചീര കണ്ടാലും വാങ്ങിക്കും. വീട്ടിൽ ചീരയുടെ വിത്ത് പാകി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനൊന്നും അത്ര ഇങ്ങോട്ട് വലുതായിട്ടില്ല. അപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ആവും. പിന്നെ റേഷനരി വെക്കുമ്പോൾ എപ്പോഴും കുഴഞ്ഞു പോകും. അപ്പോൾ ഒന്ന് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് വാർത്ത് വയ്ക്കാമെന്ന് കരുതി. അരി നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലുള്ള കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം ഊറ്റിക്കളഞ്ഞു. അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം അരി സാധാരണ പോലെ വാർത്ത് വെച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ചോറ് പരസ്പരം ഒട്ടി പിടിക്കില്ല കേട്ടോ. ചോറിങ്ങനെ വിട്ട് വിട്ട് കിടക്കും. പിന്നെ അതുപോലെ ചീരയും തന്നെ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതല്ലേ. അപ്പം ഇന്ന് ചീരക്കറി, വൈകുന്നേരത്തെ കറി ചീരക്കറി ആക്കാമെന്ന് കരുതി. ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയതാണ് കേട്ടോ ചീര. ചീര കഴിച്ചാൽ നമുക്ക് രക്തം ഉണ്ടാവും. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ് ചീരയിൽ. കാൽസ്യം തന്നെ ഒരു പരിധിവരെ അടങ്ങിയിട്ടുണ്ട്. വളർന്നു വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ചീര നല്ലൊരു ഭക്ഷണത്തിൽ ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ ആയി. ചോറ് വിട്ട് വിട്ട് നല്ല ചോറാണ് കേട്ടോ, റേഷനരി ചോറ്. ഇങ്ങനെ വെള്ളമൊഴിച്ച് വാർത്താരനാണ് ഇങ്ങനെ ആയത്. പിന്നെ ചീരക്കറിയും സാമ്പാറും മാങ്ങച്ചാറാണ്. മാങ്ങച്ചാറും ഒക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ചോറ് കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.